തമിഴ്നാട് സംസ്ഥാനത്ത് ജല്ലിക്കെട്ട് വലിയ വിവാദമായിട്ട് വന്നു. നമ്മുടെ ഉത്സവം പോലെ സമാധാനപരമായി നടക്കുന്നതല്ല. ജല്ലിക്കെട്ടിൻ്റെ നമ്മൾ ടി വിയിൽ എല്ലാവരും കണ്ടിട്ടുണ്ട്. നേരിട്ട് കാണാത്തവർ ടി വിയിൽ കണ്ടിട്ടുണ്ടോ? എത്രമാത്രം ജീവൻ പണയപ്പെടുത്തിയിട്ടാണ് ആ ജല്ലിക്കെട്ട് അവിടെ മത്സരം നടക്കുന്നത്. അതിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകൾക്ക് പോലും ഒരു തരത്തിലുള്ള സുരക്ഷിതത്വവുമില്ല. പക്ഷെ ജല്ലിക്കെട്ട് എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ഒരു അല്ലെങ്കിൽ ആ ഒരു ദ്രാവിഡ ജനതയുടെ ഒരു 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 എന്താ പറയുക, ഒരു വികാരത്തിൻ്റെ പ്രശ്നമാണ്. എന്താ സ്റ്റാലിൻ ഗവൺമെൻറ് ചെയ്തത്? ജല്ലിക്കെട്ട് നിയമപരമാക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട് നിയമസഭ പ്രത്യേക നിയമനിർമ്മാണം നടത്തി അതിപ്പോൾ നിയമത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കേരളത്തിലെ ഗവൺമെൻറ്റും, കേരളത്തിലാണെങ്കിൽ തമിഴ്നാടിനെ പോലെയല്ല, വളരെ ഐക്യത്തിലാണ് പ്രതിപക്ഷവും ഭരണകക്ഷിയും. എത്ര പ്രമേയങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് പാസ്സായിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുനാനിമസ് പ്രമേയങ്ങൾ പാസ്സാക്കിയതിൻ്റെ റെക്കോർഡ് കേരള സംസ്ഥാന നിയമസഭയ്ക്കാണ്. ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ സുനിൽ കുമാറും ബിജു ഒക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് ഇതിനെതിരായിട്ടുള്ള ഒരു നിയമനിർമ്മാണം കൊണ്ടുവരാൻ ഒരു തടസ്സവും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അബ്ദുൽ നാസർ മദനി മുതൽ ഈ ഏറ്റവും ഒടുവിൽ നമ്മുടെ വഖഫ് പരിഷ്കാരം വരെ നമ്മളെല്ലാവരും ചേർന്ന് ഇവരെല്ലാവരും ചേർന്നിട്ട് നിയമം ഒരുമിച്ച് നിന്നിട്ടുണ്ട്. 140 പേര് ഉണ്ട്. എൻ്റെ അഭ്യർത്ഥന ഇവിടെ കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ വിശ്വാസി, ഹൈന്ദവ, ക്രൈസ്തവ, മുസ്ലിം വിശ്വാസി സമൂഹത്തിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ബാക്കി എല്ലാ കാര്യത്തിലും നിന്നതുപോലെ കേരള നിയമസഭ ഈ നാട്ടാന പരിപാലന നിയമ ഭേദഗതി പിൻവലിക്കാനും ഉത്സവങ്ങളും ആഘോഷങ്ങളും ഭംഗിയായി നടത്താനും ഈ ആന നിയന്ത്രണം, വെടിക്കെട്ട് നിയന്ത്രണം, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിന് അത്ര വലിയ റോൾ ഇതിലില്ല. അങ്ങനെ ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. ഓരോ സംസ്ഥാനത്തും ഓരോ രീതിയിലാണ് ആഘോഷങ്ങളും ഉത്സവങ്ങളും. ഇപ്പം നമ്മൾ തൃശ്ശൂർ പൂരം നടത്തുന്നത് പോലെ ഇന്ത്യയിൽ എവിടെയും ഇത്രയധികം ആനകളും കുടമാറ്റവും ഇത്രയധികം വാദ്യഘോഷങ്ങളും ഇന്ത്യയിൽ എവിടെയില്ല. ഓരോ സംസ്ഥാനത്തും വേറെ. ഇപ്പം ആസാമിലൊക്കെ ആനയെ ഉപയോഗിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയധികം കൊമ്പന്മാർ ഒരുമിച്ച് നിരന്ന് ഇങ്ങനെയുള്ള പിന്നെ ആഘോഷങ്ങളും ചടങ്ങുകളും നമ്മൾ വേറെ ഒരു സ്റ്റേറ്റിൽ പോയാലും നമുക്ക് കാണാൻ സാധിക്കില്ല. കേരളത്തിൻ്റെ മാത്രം തനിമയാണ്, കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അപ്പോൾ അത് വന്യജീവികളുടെ അല്ലെങ്കിൽ മറ്റേ വളർത്തു ജീവികളുടെ പിന്നെ നിയമങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എല്ലാ സംസ്ഥാനങ്ങളെയും നോക്കിയിട്ടാണ്. ഇപ്പോൾ പെസോ നമുക്കറിയാം. അപ്പോൾ വെടിക്കെട്ടിന് വലിയ തടസ്സമായി നിൽക്കുന്ന ഒരു നിയമമാണ്, ഞാൻ അംഗീകരിക്കുന്നു. കാരണം പെട്രോളിയം പ്രോഡക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള നിയമ ഭേദഗതിയുടെ ഭാഗമായിട്ട് പെസോ വലിയ തടസ്സമാണ് വെടിക്കെട്ടിന്. പക്ഷെ പെസോ വന്നതിന് ശേഷം നമ്മൾ എത്രയോ പൂരം ഇവിടെ നടത്തിയിട്ടുണ്ട്, ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. അത് അതാത് സംസ്ഥാനത്തെ പോലീസ്, സർക്കാർ, കോടതികൾ, നിയമനിർമ്മാണം നടത്തുന്ന ആൾക്കാർ അവരൊക്കെ മനസ്സ് വെച്ചാൽ ഇതിനൊന്നും ഒരു തടസ്സവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കാര്യമാണിത്. കാരണം ഇതൊരു നാടിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമാണ്, സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. സംസ്കാരം നിലനിൽക്കുമ്പോഴാണ്, അനുഷ്ഠാനങ്ങൾ നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ ജനപദങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആയിരക്കണക്കിന് കൊല്ലമായിട്ട് നമ്മുടെ സംസ്കാരം, നമ്മുടെ ജനപദങ്ങൾ മുന്നോട്ട് പോയത് ഈ ഒരു സാംസ്കാരിക തനിമ നിലനിർത്തിക്കൊണ്ടാണ്, കേരള തനിമ നിലനിർത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്ത് ഈ കാര്യത്തിലൊരു നിയമനിർമ്മാണം നടത്തി, അല്ലെങ്കിൽ ഹൈക്കോടതിയിലൊരു റിവ്യൂ, ഇപ്പോൾ നമ്മൾ സുപ്രീം കോടതിയിൽ പോയതുപോലെ ഹൈക്കോടതിയിലൊരു റിവ്യൂ നമ്മളത് നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പരിശ്രമം ഉണ്ടാകണം. ഒരു രക്ഷയില്ലെങ്കിൽ പിന്നെ ശബരിമല മോഡൽ രംഗത്ത് വരിക എന്നല്ലാതെ വേറെ മാർഗമില്ല. അതിന് വിശ്വാസികളെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പ്രേരിപ്പിക്കരുതെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതൊക്കെ ഒരു തടസ്സമുള്ള കാര്യമൊന്നുമല്ല. തൃശ്ശൂർ പൂരവും അതുപോലെ ഈ 8 പൂരങ്ങളും ഇവിടെ പറഞ്ഞ 6000 പൂരങ്ങളും കേരളത്തിലെ ജനങ്ങളെ വിചാരിച്ചാൽ ആർക്കും തടസ്സപ്പെടുത്താൻ കഴിയില്ല, ഒരു കോടതിക്കും തടസ്സപ്പെടുത്താൻ കഴിയില്ല, ഒരു സർക്കാരിനും തടസ്സപ്പെടുത്താൻ കഴിയില്ല. നമ്മളതിനെ നേരിട്ട് അതിനെ നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്കെന്തായാലും സംശയമില്ല. ഞങ്ങളെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ. പക്ഷെ ആ നിലയിലല്ല നമ്മളിതിനെ കാണേണ്ടത്. ഇത് നമുക്ക് പിന്നെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ ഈ കൂട്ടായ്മ, ഇന്ന് ഈ വേദി കാണുമ്പോൾ വിശ്വാസികൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് ഉത്സവങ്ങളും ആഘോഷങ്ങളും പെരുന്നാളുകളും എല്ലാം ഭംഗിയായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു മനസ്സമാധാനമുണ്ട്, ഒരു സന്തോഷമുണ്ട്, ഒരു ആത്മവിശ്വാസമുണ്ട്. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അവസാന നിമിഷം വരെ ഈ പൂരവും അതുപോലെ അനുബന്ധ പൂരങ്ങളും എല്ലാ ഉത്സവങ്ങളും നടക്കുന്നത് പോലെ
ശ്രീ രമേശ് ജി പറഞ്ഞതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയും പൂർണ്ണമായിട്ടും അതിൻ്റെ പിന്നാലെ ഉണ്ടാകും. നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഈ വടക്കുന്നാഥൻ്റെ മണ്ണിൽ നിന്ന് പിരിഞ്ഞു പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.